ഒട്ടിച്ചു. വേഗം ഒട്ടിക്കടാ ഗോപു, അവന്മാരിതാ വന്നോണ്ടിരിക്കുക. മാധവ ഇത് കണ്ടു, ഇതെന്താ? ഇന്ന് നമ്മുടെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടെന്നോ? അത് കൊള്ളാലോ. അതുകൊണ്ട് ക്ലാസ് റൂമിൽ യൂണിഫോം അല്ല ഫാൻസി ഡ്രസ് ഇട്ടോണ്ടാണ് ചെല്ലം പറഞ്ഞിരിക്കുന്നത്. കൊള്ളാടാ, അടിപൊളിയാണത്. ഏറ്റവും സൂപ്പർ ഡ്രസ്സിന് പ്രൈസ് കിട്ടൂടാ, പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ കിട്ടൂടാ. ഈ നോട്ടീസ് എത്ര കളർഫുൾ ആയിരിക്കുന്നു, അത്രയ്ക്ക് കളർഫുൾ ആയി. മൾട്ടി കളർ ഡ്രസ് അടങ്ങിയുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കേറി ചെല്ലാടാ. ഇന്ന് നമുക്ക് ഇവന്മാരെ ഏപ്രിൽ ഫൂൾ ആക്കാം. അവന്മാരെല്ലാരും ഏപ്രിൽ ഫൂൾ ആവും. സർക്കസ് ഡ്രസ് ഇട്ടുകൊണ്ട് എന്തിനാണ് സ്കൂളിലേക്ക് വന്നത്? എന്താ ഇന്ന് ജോക്സിന്റെ ക്ലാസ് ആണോ? എന്താണ് ജോക്കസ്? എല്ലാ സ്റ്റുഡൻസും സ്കൂൾ യൂണിഫോമിലാണല്ലോ ഉള്ളത്. ഇന്ന് ഇവർ ഒരു കാര്യം തെളിയിച്ചു കഴിഞ്ഞു, ശരിക്കും ഇവര് ജോക്കേഴ്സ് തന്നെയാ. അതെ ഗോപു, നിങ്ങൾ എന്റെ ക്ലാസ്സിൽ എന്താണ് ചെയ്യുന്നത്? ഇത് സ്കൂളാണ്, അല്ലാതെ സർക്കസ് കൂടാറല്ല. സർ, ഞങ്ങൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി റെഡിയായി വന്നിരിക്കുകയാണ്. അതെ സർ. ഏത് കോമ്പറ്റീഷൻ? എവിടുത്തെ കോമ്പറ്റീഷൻ? മര്യാദക്ക് ഇറങ്ങി പോടാ, ഇറങ്ങി പോവാനാണ് പറഞ്ഞത്. നമുക്ക് മാത്രം എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്ന മാധവ? വാടാ, നമുക്ക് ആ നോട്ടീസ് ബോർഡ് ചെക്ക് ചെയ്യാം. ഹാപ്പി ഏപ്രിൽ ഫൂൾസ് ഡേയോ? ഗോപാലൻ ലക്ഷ്മണനോ? എന്ന് വെച്ചാൽ എന്റെ സംശയം വളരെ ശരിയാണ്. ഇതെല്ലാ ഗോപാൽ പിന്നെ ലക്ഷ്മണന്റെ പണിയാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യടാ മാധവ? വേറെ എന്ത് ചെയ്യാനാ? ശരിക്കും ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. അത് പലിശ അടക്കം ഒന്ന് നമുക്ക് കൊടുത്തേക്കാം. ഇപ്പൊ ഗോപാലൻ ഞാനല്ല, പട്വർദ്ധൻ സാർ ഏപ്രിൽ ഫൂൾ ആക്കും. അതെങ്ങനെയാടാ? പറയാം ഇപ്പൊ തന്നെ പറയാം. ഹലോ ഗോപാൽ, ഇത് ഞാനാ പട്ടുവർദ്ധന സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സർ. നിങ്ങൾ എന്തിനാ എനിക്ക് ഫോൺ ചെയ്തത്? ചേടാ, എനിക്കെന്താ നിനക്ക് ഫോൺ ചെയ്തുകൂടെ? എനിക്ക് ഒരു കഴുതയെ വേണം. കഴുതയോ? അതായത് പ്രിൻസിപ്പൽ സർ മാധവനെ തരികയെന്ന് തോന്നുന്നത്. അതെ, കഴുത. പപ്പിയുടെ മുതുകത്ത് വലിയ വേദനയുണ്ടത്രേ. ഏതൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഒന്നും ശരിക്കങ്ങോട്ട് ഏൽക്കുന്നില്ല. ഇനിയിപ്പോ ഒരു കഴുതയുടെ ചവിട്ട് കൊണ്ടാലേ അവന്റെ പുറം വേദന മാറുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ വേഗം പോയി ഒരു കഴുതയെ പിടിച്ചോണ്ട് വാ. എന്നിട്ട് പപ്പിയെ ആ കഴുതയെ കൊണ്ട് ചവിട്ടിക്ക്. പക്ഷേ കഴുതയുടെ ചവിട്ട് കൊണ്ടാ സർ മുതുകിലെ വേദന എങ്ങനെ ശരിയായി കിട്ടുന്നത്? നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നിനക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. ശരി, വിട്ടേക്ക്. ഞാൻ മാധവിനോട് പറഞ്ഞോളാം. വേണ്ട സർ, ആ ജോലി നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. ഞാൻ കഴുതയും കൊണ്ടുവരും. ആ കഴുതയെ കൊണ്ട് 4 ചവിട്ട് പപ്പയ്ക്കും കൊടുക്കും. അങ്ങനെ സ്കൂളിൽ വരാൻ പോവുകയാണ് ഒരു കഴുത. ഏതായാലും നല്ല രസമായിരിക്കും. കമോൺ ഡോങ്കി ജി, പുല്ല് തിന്നു. നല്ല പച്ച പുല്ല്. വരൂ, തിന്നു. നല്ലതാ. എനിക്ക് തോന്നുന്നു പേടിച്ച് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കാവും തോന്നുന്നു പപ്പി. ഇത് വെറും തുടക്കമാണ്. ഇനി അടുത്തടുത്ത ലെവൽസ് നോക്ക് എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന്. എന്റെ ഷൂ ലേസ് എങ്ങനെ അഴിഞ്ഞു പോയതാ? ഇപ്പൊ തന്നെ കട്ടിയേക്കാം. അത് കണ്ടോ? വേദന കാരണം പപ്പിയുടെ മുതുക് മൊത്തം വീർത്തിരിക്കുക. അത് നമുക്ക് ഇപ്പൊ തന്നെ ശരിയാക്കി കൊടുക്കാമേടാ. വരൂ ഡോങ്കി, പാപ്പയ്ക്ക് ഒരു നല്ല ചവിട്ട് കൊടുക്ക്. അവന്റെ പുറം വേദന മാറ്റി കൊടുക്ക്. ഓ നോ, എന്താടാ പറ്റിയത് ഗോപു? പപ്പിക്ക് കഴുതിയുടെ ചവിട്ടൊന്നും കിട്ടിയില്ലല്ലോ. ചവിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ പപ്പിയുടെ കൈ ഒന്ന് പിടിച്ചു നടക്കാം.
നിങ്ങളുടെ രണ്ടുപേരുടെ പോക്കത്ര ശരിയല്ലല്ലോ. ഡോണ്ട് വറി പപ്പി, ഞങ്ങൾ നിനക്ക് കിക്ക് തരാനായിട്ട് അല്ലല്ല, അതായത് നിന്നെ ശരിയാക്കാനായിട്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. എടാ നിങ്ങൾ എന്താടാ ഈ ചെയ്യുന്നത്? എനിക്ക് എന്തിനാ വാലൊക്കെ ഫിക്സ് ചെയ്യുന്നത്? എന്നെ എന്തിനാണ് കോമഡി പീസ് ആക്കുന്നത്? പറയാ പിള്ളേരെ, ആ കഴുത എന്തുകൊണ്ടാണ് എന്റെ നേർക്ക് ഓടി വരുന്നത്? പപ്പി, ഈ കഴുതയുടെ ഒരു ചവിട്ട് മേടിച്ചാ മതി, നിന്റെ പുറം വേദനയുണ്ടല്ലോ അതെല്ലാം ശരിയാകും. നമുക്ക് നോക്കാം. കഴുതയുടെ ചവിട്ടോ? അത് കൊണ്ടിട്ട് എന്റെ നടുവേദന പോകുമെന്നോ? എടാ പിള്ളേരെ, അത് മാറത്തില്ല, കൂർത്തുള്ളൂ. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഈ കഴുതയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ഈ കഴുതയുടെ ചവിട്ടിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അവിടെ നിൽക്ക് പപ്പി, പ്രിൻസിപ്പൽ സാറാണ് കഴുതനെ കൊണ്ടുവന്ന് നിനക്ക് ചവിട്ട് കൊടുക്കാൻ പറഞ്ഞത്. പപ്പിക്ക് കിട്ടും കഴുതയുടെ ചവിട്ട്. പിന്നെ ഗോപുയുടെ കാര്യം പോക്കാടാ മോനെ. രക്ഷിക്കണേ സാർ, രക്ഷിക്കണേ സാർ. ആ കഴുത എന്റെ പുറകെ വന്നോണ്ടിരിക്കണേ സാർ. അതെ, ആ ചെക്കൻ, പിന്നെ അവന്റെ കഴുത. ചേടാ, ഏത് ചെക്കൻ, ഏത് കഴുത? അങ്ങോട്ട് നോക്കണേ സാർ, കഴുത എത്തി സാർ. ഇതാ എത്തി കഴിഞ്ഞു സാർ. ഗോപാൽ, ലക്ഷ്മണൻ. ചേടാ, കുട്ടികളെ, ഇതെന്റെ ഓഫീസാണ്, ഇത് തുണി അലക്കുന്ന സ്ഥലമല്ല. എങ്ങനെയാണ് ഈ കഴുത ഇവിടെ എത്തിയത്? പറ. സാർ, നിങ്ങളല്ലേ പറഞ്ഞത് പപ്പിക്ക് കഴുതനെ കൊണ്ട് 4 കിക്ക് കൊടുക്കണമെന്ന്? സാർ, സാർ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞായിരുന്നോ? എന്തിനാ സാർ? ചേടാ, ഞാൻ അങ്ങനെ എപ്പോഴാ പറഞ്ഞത്? കള്ളം പറഞ്ഞത് കൊണ്ട് നിന്നെ ഞാൻ റെസ്റ്റിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗോപാൽ. ഏപ്രിൽ ഫൂൾസോ? ഗോപു, കഴുത ഇങ്ങോട്ട് വലിച്ചിട്ട് വന്ന് നമ്മളെ കഴുതയായിരിക്കുന്നത്. സോറി സാർ, അറിയാതെ പറ്റിയതാ. ഗോപു, എന്ത് പറ്റിയടാ മാധവ? എടാ നിന്റെ കളി അവസാനിച്ചോടാ. എന്റെ കളി ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ മാധവ. ഇപ്പൊ നോക്കിക്കോ, ഇന്നു മുതൽ ഞാൻ നിന്നെ എത്ര തവണയാണ് ഏപ്രിൽ ഫുൾ ആക്കാൻ പോകുന്നതെന്ന്. ഓക്കെ ഓക്കെ, നമുക്ക് കാണാം ആരാരെ എത്ര പ്രാവശ്യം ഏപ്രിൽ ഫുൾ ആക്കാൻ പോകുന്നു. കഴുത എന്റെ ചവിട്ടി കളഞ്ഞ എന്റെ അമ്മോ. എങ്ങനെ ഉണ്ടാക്കടാ പഞ്ച്? അല്ല ഇതെന്താ? നല്ല മനോഹരമായ പൂവ്. നല്ല മനോഹരമായ പൂവല്ലേ? എന്റെ മുഖത്ത് കരിവാരി തേച്ചില്ലേ? ഇപ്പൊ നോക്കിക്കോടാ, ഞാൻ ഈ ടോയ് സ്നേക്ക് വെച്ച് ഗോപുവിനെ എങ്ങനെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ പോകുന്നതെന്ന്. ഇന്നത്തെ ഏപ്രിൽ ഫുൾ കോമ്പറ്റീഷനിൽ ജയിക്കാൻ പോകുന്നത് നമ്മളായിരിക്കാം. അത് ശരി, അപ്പൊ ഇതാണല്ലേ ഇവന്റെ പ്ലാൻ. ഇപ്പൊ തന്നെ ഞാൻ ചെന്ന് ഗോപിന്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങളുടെ ഗുരുമാലൊന്നും നടക്കില്ല മക്കളെ. നിങ്ങൾ ഞാനൊരു വഴിയാക്കുന്നുണ്ട്. ഗോപു, നിനക്കറിയോ ഇതാണ് മാധവന്റെ പ്ലാൻ? അത് ശരി, അതാണോ കാര്യം? അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ പ്രിപ്പയർഡ് ആണ്. അവിടെ നോക്കടാ ഗോപു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇത് മാധവന്റെ ഡമ്മി പാമ്പാണ്. പാമ്പ് വന്നിരിക്കുന്നു. ഗോപാൽ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണോ? ഞാൻ ആ കാര്യം അറിഞ്ഞില്ല. എന്റെ ടോയ് സ്നേക്ക് എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. പിന്നെ ഗോപാൽ ഏത് പാമ്പിനെ കണ്ട പേടിക്കുന്നേ? ഒരു പക്ഷെ അത് ഒറിജിനൽ പാമ്പാണെങ്കിലോ? എന്ത് പറ്റിയടാ മാധവ? നീ ആ ഡമ്മി പാമ്പിനെ വെച്ച് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കല്ലേ? ഗോപു, ഡമ്മി പാമ്പ് എന്റെ കയ്യിലാണോ ഉള്ളത്? അത് ഒറിജിനൽ പാമ്പാടാ. ആണോ? അത് ഒറിജിനൽ പാമ്പാണോ? പാമ്പ് പാമ്പ് ഗോപു, ഓടിക്കോ. സാർ,
നിങ്ങൾ ഇത് കണ്ടോ സാർ, സ്കൂളിൽ എന്തുമാത്രം ഗുലുമാലാണ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഗോപാൽ ഉണ്ടല്ലോ ഡമ്മി പാമ്പിനെ വെച്ച് എല്ലാവരും പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ് സാർ. ഇപ്പൊ തന്നെ അവനെ റെസ്ട്രിഗേറ്റ് ചെയ്യണം സാർ. എന്തുവാ ഇത്? ഈ പാമ്പിനെ കണ്ട ശരിക്കും ഒറിജിനൽ പാമ്പ് പോലെയുണ്ടല്ലോ. ചേടാ, അല്പം സൂക്ഷിക്കണം, അത് റിയലായ പാമ്പാണടാ, അസൽ പാമ്പ്. പപ്പി എന്തെങ്കിലും ചെയ്യേ, വേഗം വേണം. അയ്യോ പാമ്പ് പാമ്പ് പാമ്പ്, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. പപ്പി, നിന്റെ ഈ ടെക്നിക്ക് വർക്ക്ഔട്ട് ആയി. ഇനി ഓവർ ആക്ടിങ് ചെയ്യണ്ട, നിവർന്ന് നിക്ക്, പാമ്പ് പോയി. പാമ്പ് പോയെന്നോ? ഞാൻ എന്ത് ടെക്നിക് ചെയ്തെന്നാ സാറേ പറഞ്ഞു വരുന്നത്? എനിക്കറിയില്ല, ഇതെല്ലാം മാധവിന്റെയും ഗോപാലിന്റെയും ഏപ്രിൽ ഫുൾ പ്രാങ്ക് ആണ്. അതോ ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഏപ്രിൽ ഫുൾ നീയാണോടാ? അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ റെസ്ട്രിഗേറ്റ് ചെയ്യേണ്ടി വരും. പപ്പി ഓടിക്കോ, നിന്റെ പുറകിലൊരു പാമ്പ്. എന്നെ രക്ഷിക്കണം പ്രിൻസിപ്പൽ സാർ, പാമ്പ് ഇവിടുന്ന് പോയിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. എന്നെ ഈ പാമ്പിൽ നിന്ന് രക്ഷിക്കണം സാർ. വീണ്ടും നമ്മൾ ഒരു ഏപ്രിൽ ഫുൾ പ്ലാൻ ചെയ്ത് തകർത്തു. ഇപ്പൊ നമ്മുടെ സ്കോർ 4 and 3, അതായത് ഞങ്ങള് വിജയിച്ചു. ടോയ് സ്നേക്കിന്റെ ഐഡിയ ആരുടേതാടാ? എന്റേതാടാ, എന്റേത്. ഞാനാണ് ജയിച്ചത്, നിനക്ക് മനസ്സിലായോ? എടാ, എന്നാലും അത് യൂസ് ചെയ്തത് ഗോപു അല്ലേ?